എല്ലാ കൂട്ടുകാർക്കും PSC ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് സോഷ്യൽ സയൻസ് 1ലെ 7th ചാപ്റ്ററാണ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ആദ്യം തന്നെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു കോട്ടിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏതു രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോകുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ട് പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്നുള്ളൊരു കൺസെപ്റ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കോട്ടിംഗ് ആണിത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ആര് ആണ് പറഞ്ഞത്? ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണിത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അഹിംസാത്മക സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജി 1948 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് നഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റു മരിച്ചു. ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തരഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണിത്. 1948 ജനുവരി 30. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600ഓളം നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി നിൽക്കാനോ ഉള്ള അധികാരം നൽകിയ ശേഷമാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടത്. അതിനാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം. ഇത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു അതിൻ്റെ ചുമതല. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി മലയാളിയായ VP മേനോനെയാണ് അദ്ദേഹം നിയമിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആരായിരുന്നു? മലയാളിയായ VP മേനോൻ. ആരായിരുന്നു അതിൻ്റെ ചുമതല വഹിച്ചിരുന്നത്? സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു മലയാളിയായ VP മേനോൻ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് ഒരു ലയനക്കരാർ, ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ തയ്യാറാക്കി. അതനുസരിച്ച് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. ജനകീയ പ്രതിഷേധങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രായോഗിക സമീപനങ്ങളും മൂലം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയനക്കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. എന്നാൽ അന്ന് ചേരാതിരുന്ന 3 നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. ഏതൊക്കെയായിരുന്നു? ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. എന്നാൽ പിന്നീട് അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയും ഇവരെയും എന്തു ചെയ്തു? ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ഈ ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് സിനിമയിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ധാരാളം സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഋത്തിക് ഘട്ടക്കിൻ്റെ മേഘേ ധാക്കധാര, MS സത്യുവിൻ്റെ ഗരം ഹവ, ഗോവിന്ദ് നിഹാലാനിയുടെ തമസ്, പമേല റൂക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നിവ വിഭജനകാലത്തെ പ്രശ്നങ്ങൾ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമകളാണ്. നോട്ട് ചെയ്യണം, ചോദിക്കാറുണ്ട്. പമേല റൂക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ, ഗോവിന്ദ് നിഹലാനിയുടെ തമസ്, MS സത്യുവിൻ്റെ ഗരം ഹവ, ഋത്തിക് ഘട്ടക്കിൻ്റെ മേഘേ ധാക്കധാര. ഇമ്പോർട്ടൻ്റ് ആണ്. VP മേനോനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ജനിച്ചത്. സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരുന്നതിനാലാണ് അദ്ദേഹത്തെ ഗവൺമെൻറ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചത്. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ച ആളാണ് VP മേനോൻ. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേൽക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ 2 പുസ്തകങ്ങളാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇൻ്റഗ്രേഷൻ ഓഫ് സ്റ്റേറ്റ്സ് VP മേനോൻ, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ VP മേനോൻ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഫിഗറും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, ചില പ്രദേശങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഫ്രാൻസിൻ്റെ കയ്യിലുണ്ടായിരുന്ന അധിനിവേശ പ്രദേശങ്ങളായിരുന്നു പോണ്ടിച്ചേരി, കരായ്ക്കൽ, മാഹി, യാനം. ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1954. ഇമ്പോർട്ടൻ്റ് ആണ്. പോർച്ചുഗൽ, ഗോവയും ദാമൻ ദിയുമാരുടെ കയ്യിലായിരുന്നു, പോർച്ചുഗലിൻ്റെ കയ്യിലായിരുന്നു. അത് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത് 1961. ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രാൻസിൻ്റെ കയ്യിലായിരുന്ന പോണ്ടിച്ചേരി, കരായ്ക്കൽ, മാഹി, യാനം 1954 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടു. ഗോവ, ദാമൻ ദിയു പോർച്ചുഗലിൽ നിന്ന് 1961 ഇന്ത്യയിൽ ചേർക്കപ്പെട്ടു.
ഭരണഘടനാ രൂപീകരണവും ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പും. ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത് ഇന്ത്യൻ ഭരണഘടനയാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഇതിനെക്കുറിച്ച് നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ ഓൾറെഡി കാര്യങ്ങൾ പഠിച്ചതാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഭരണഘടന എഴുതി തയ്യാറാക്കാനായിട്ടാണ് BR അംബേദ്കർ ചെയർമാനായി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1946 രൂപീകരിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നം ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണമായിരുന്നു. ഭരണഘടനാസുദ്ധമായി ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലയളവിലായിരുന്നു. 51-52 കാലയളവിലായിരുന്നു ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായി നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയം കൂടിയായിരുന്നു. മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി സ്വതന്ത്ര സമര സേനാനിയായിരുന്ന പോട്ടി ശ്രീരാമലു നിരാഹാര സമരം തുടങ്ങി. ഇമ്പോർട്ടൻ്റ് ആണ്. പോട്ടി ശ്രീരാമലു തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന് പറഞ്ഞിട്ട് നിരാഹാര സമരം ആരംഭിച്ചു. പോട്ടി ശ്രീരാമലു 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു. ഇത് പ്രക്ഷോഭം രൂക്ഷമാക്കി. പോട്ടി ശ്രീരാമലു തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ആന്ധ്ര സംസ്ഥാനമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി 1953 ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ചത്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ഇതിനെ തുടർന്ന് ശക്തമായി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഫസൽ അലിയായിരുന്നു ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു ഫസൽ അലി. അതിലെ മറ്റു അംഗങ്ങളായിരുന്നു HN കുൻസ്രു, മലയാളിയായ KM പണിക്കർ. HN കുൻസ്രു ആയിരുന്നു ഇതിലെ മറ്റ് അംഗങ്ങൾ. ഫസൽ അലിയായിരുന്നു കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസാക്കി. ഇതുപ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. പിന്നീട് പല ഘട്ടങ്ങളിലായി പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. ഇപ്പോൾ ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒരു സ്റ്റേറ്റ് ക്യാപിറ്റൽ ടെറിട്ടറിയുമുണ്ട് എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരുന്നുള്ളത്. എന്നാൽ കറൻറ്റ് അഫേഴ്സ് പ്രകാരം ഓൾറെഡി നമുക്കറിയാം ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് എന്ന് പറയുന്ന 2 പുതിയ കേന്ദ്രഭരണ പ്രദേശങ്ങൾ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ദാമൻ, ദിയു ആൻഡ് ദാദ്ര നാഗർ ഹവേലി ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറ്റിയിട്ടുണ്ട്. അതുപ്രകാരം 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണുള്ളത്. 29 സംസ്ഥാനം ഉണ്ടായിരുന്ന ജമ്മു കാശ്മീർ പോയതോടുകൂടി 28 സംസ്ഥാനങ്ങളാണ് നിലവിലുള്ളത്. അപ്പോൾ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. ഇനി സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നോക്കാനുള്ളത്. സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ വളരെ പരിതാപകരമായിരുന്നു. ലോകത്ത് അന്ന് നിലനിന്നിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സമന്വയമായ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്, മിക്സഡ് എക്കണോമിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഈ പദ്ധതികളിൽ പലതും സ്വതന്ത്ര സമരകാലത്ത് പല കോൺഗ്രസ് സമ്മേളനങ്ങളിലും ചർച്ച ചെയ്തിരുന്നവയാണ്. കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ ഈ ആശയം കടം കൊണ്ടത്. കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം. അതിൻ്റെ ഭാഗമായിട്ടാണ് 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനും ഗുൽസരിലാൽ നന്ദ വൈസ് ചെയർമാനുമായിരുന്നു. ആസൂത്രണ കമ്മീഷൻ്റെ ഫസ്റ്റ് വൈസ് ചെയർമാനായിരുന്നു ഗുൽസരിലാൽ നന്ദ. TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നിവർ അംഗങ്ങളുമായിരുന്നു. TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ്. നേരത്തെ നമ്മൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ പഠിച്ചു, ആസൂത്രണ കമ്മീഷൻ ഇപ്പോൾ പഠിച്ചു. അതിലുള്ള അംഗങ്ങളും അതിൻ്റെ ചെയർമാനൊക്കെ ഓർത്തു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ, 5-year പ്ലാൻസ്. 1951 തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതികൾ വികസന പ്രക്രിയയിൽ വളരെയധികം മുന്നോട്ട് പോകാൻ ഇന്ത്യയെ സഹായിച്ചു. ഇതിനെപ്പറ്റി നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്.
അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ബീലായ്, ബൊക്കാറോ, റൂർക്കേല, ദുർഗാപൂർ, ഈ ഓരോ ഇരുമ്പുരുക്ക് വ്യവസായശാലയും ഏത് രാജ്യത്താണ് സഹായം നൽകിയത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബീലായ് ആൻഡ് ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റഷ്യയായിരുന്നു. റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ, ബീലായ് ആൻഡ് ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്നായിരുന്നു ബക്രാനങ്കൽ പദ്ധതി. വിവിധോദ്ദേശ നദീതട പദ്ധതിയായ ബക്രാനങ്കൽ പദ്ധതി സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ അഭിമാനമാണ്. കൃഷിക്കാവശ്യമായ ജലവും വ്യവസായങ്ങൾക്കാവശ്യമായ വൈദ്യുതോർജ്ജവും ഇതിൽ നിന്ന് ലഭിച്ചു. മറ്റൊന്ന്, ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായതോടെ ഇന്ത്യയിൽ കാർഷികോൽപാദനം വർദ്ധിച്ചു. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് 1912 ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൻ്റെ അന്ന് തുടക്കം കുറിച്ചു. 55 പദ്ധതി. ഇനി ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളാണ്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ആരാധകനായിരുന്ന നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ അത്ഭുതപൂർവമായ നേട്ടങ്ങളാണ് കൈവരിച്ചത്. നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നിരുന്നു. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച്, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഒക്കെ അക്കാലത്ത് വന്ന ഗവേഷണ സമിതി സ്ഥാപനങ്ങളായിരുന്നു. ശാസ്ത്ര വ്യവസായ ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാബയും എസ്.എൻ. ഭട്നാഗറുമായിരുന്നു. ഹോമി ജഹാംഗീർ ബാബ ആൻഡ് എസ്.എൻ. ഭട്നാഗർ. ഇവർ ഹോമി ജഹാംഗീർ ബാബ, ഹോമി ജെ ബാബ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചും ഇന്ത്യൻ ആണവോർജ്ജ കമ്മീഷനും. ഹോമി ജെ ബാബ നേതൃത്വം നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ്ജ കമ്മീഷൻ. അതേപോലെ തന്നെ ലോകോത്തര നിലവാരത്തിലുള്ള നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങളും അക്കാലത്ത് സ്ഥാപിതമായി. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് IITs 1954 1964 ഇടയ്ക്ക് സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറക്കണമെന്ന നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടാണ് ഇതിന് അടിസ്ഥാനമായത്. ഇനി ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും. 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി 1962. അതിനെ തുടർന്നാണ് 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ രൂപീകരണത്തോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ നേതൃത്വം ഇതിൻ്റെ കീഴിലായി. തിരുവനന്തപുരത്തിനടുത്തുള്ള തൂമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത്. തൂമ്പയിലാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായ ശ്രമഫലമായി 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. 1975 ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമെന്ന ബഹുമതി നേടിയെടുക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു. ഇത് കഴിഞ്ഞത് നെഹ്റുവിൻ്റെ ദീർഘദൃഷ്ടി മൂലമാണ്. ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഏതാനും ഏജൻസികളും നമുക്കുണ്ട്. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയൊക്കെ. ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകളാണ് അഗ്നി, പൃഥ്വി തുടങ്ങിയവ. ഡോക്ടർ രാജാ രാമണ്ണ, ഡോക്ടർ APJ അബ്ദുൽ കലാം മുൻ രാഷ്ട്രപതി എന്നിവർ ആണവരംഗത്ത് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി. വിക്രം സാരാഭായ് ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ്. അദ്ദേഹം കേംബ്രിഡ്ജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തുകയും അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി. തൂമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി വിക്രം സാരാഭായിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. തൂമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതാരാണ്? വിക്രം സാരാഭായ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSE എന്ന പേരും നൽകും. വിക്രം സാരാഭായ് തൂമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മറ്റൊന്ന് നമുക്കറിയാം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാം ശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്നു. മിസൈൽ സാങ്കേതികവിദ്യ പരിപോഷിപ്പിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു. ISROയുടെ ചുമതല വഹിച്ച അദ്ദേഹം ബഹിരാകാശ ഗവേഷണ വിക്ഷേപണ വാഹിനികൾ SLV-3 ആൻഡ് PSLV വികസിപ്പിച്ചെടുത്തതും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, എല്ലാവർക്കും അറിയുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ചാന്ദ്രയാൻ, മംഗൾയാൻ ദൗത്യങ്ങളോടെ ഇന്ത്യ ബഹിരാകാശ പര്യവേഷണങ്ങളുടെ പുതിയ യുഗത്തിലേക്ക് പ്രവേശിച്ചു. ചാന്ദ്രയാൻ ദൗത്യം 2008 ഒക്ടോബറിലായിരുന്നു. ആദ്യത്തെ ചന്ദ്രപരീക്ഷണ ദൗത്യമായ ചാന്ദ്രയാൻ.
അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്തു. അതേപോലെ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരാണ് മംഗൾയാൻ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്ന ഖ്യാതി മംഗൾയാനാണ് കിട്ടിയത്. ഇനി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് കമ്മീഷനുകളും അവരുടെ ലക്ഷ്യങ്ങളും ശുപാർശകളും. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ആരാണ് പറഞ്ഞത്? ഡോക്ടർ DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഡോക്ടർ DS കോത്താരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷനാണ് ഒന്നാമത്തത്, 1948. അവർ പറഞ്ഞത് സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ്. UGC രൂപീകരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. UGC ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക എന്ന ശുപാർശ കൊടുത്തതുമാരാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. രണ്ടാമത്തത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ് 1952. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണമെന്ന് ശുപാർശ കൊടുത്തതാരാണ്? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. അവർ പഠിച്ചത് എന്തിനെക്കുറിച്ചാണ്? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചിട്ടാണ് പഠനം നടത്തിയത്. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്ന ശുപാർശ കൊടുത്തതുമാരാണ്? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. മൂന്നാമത്തത് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. DS കോത്താരിയുടെ ഒരു കോഴ്സാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964 ആണ്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന ശുപാർശ കൊടുത്തതാരാണ്? ഡോക്ടർ DS കോത്താരി. 10+2 ഡിഗ്രി വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ് DS കോത്താരി കമ്മീഷൻ കൊടുത്തത്. ഇനി 1986 ദേശീയ വിദ്യാഭ്യാസം നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ രൂപീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് പല നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. അതേപോലെ പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും വേണ്ടി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം. മിഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടതും ഈ NPയുടെ അടിസ്ഥാനത്തിലാണ്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. മൗലാന അബുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര്? മൗലാന അബുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. മൗലാന അബുൽ കലാം ആസാദ്. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ RMSA തുടങ്ങിയ സംയോജിപ്പിച്ച് 2018 മുതൽ സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയാണ് രാജ്യത്ത് നടപ്പാക്കി വരുന്നത്. സാംസ്കാരിക വിനിമയം അധ്യാപകർക്കായി. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. എവിടെയാണ് ആസ്ഥാനം? ന്യൂഡൽഹി. സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. അധ്യാപകർക്കും കുട്ടികൾക്കുമായി സാംസ്കാരിക വിനിമയത്തിനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. സാംസ്കാരിക നേട്ടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സംഗീത നാടക അക്കാദമി, ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ് ആൻഡ് ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നതായിരുന്നു ഇത് മുമ്പ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പേരാണ് സംഗീത നാടക അക്കാദമി. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം. ആസ്ഥാനം ന്യൂഡൽഹി. ലളിത കലാ അക്കാദമി, ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം. ന്യൂഡൽഹി തന്നെയാണ് ആസ്ഥാനം. സാഹിത്യ അക്കാദമി, ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യം. ന്യൂഡൽഹി തന്നെയാണ് ആസ്ഥാനം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നുണ്ട്. ന്യൂഡൽഹി തന്നെയാണ് ആസ്ഥാനം. ലാസ്റ്റ്, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, കുറഞ്ഞ ചിലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക. ന്യൂഡൽഹി തന്നെയാണ് ആസ്ഥാനം. സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ന്യൂഡൽഹി തന്നെയാണ് എല്ലാത്തിൻ്റെയും ആസ്ഥാനം. ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗമാണ് 1947. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി എന്നാണ് ജവഹർലാൽ നെഹ്റു അറിയപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം തുടങ്ങിയ പ്രധാന തത്വങ്ങളൊക്കെ വിദേശ നയത്തിൻ്റെ ഭാഗമാണ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ
നയത്തിൻ്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. പഞ്ചശീല തത്വങ്ങൾ 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട ഒരു കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായിയുമാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. പഞ്ചശീല തത്വങ്ങൾ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീലമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം അതുതന്നെയായിരുന്നു. അതായത് രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഇതാണ് പഞ്ചശീല തത്വങ്ങൾ. രണ്ടാം ലോകായുധം രൂപീകരിപ്പിക്കേണ്ട ചേരിചേര പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അതിന് നേതൃത്വം കൊടുത്തതും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ സ്ഥിരമായി ഒരു ചേരിയോടൊപ്പം നിൽക്കാതെ പ്രശ്നത്തിൻ്റെ ശരിതെറ്റുകൾ വിലയിരുത്തി നിലപാടെടുക്കുക എന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ആദ്യം നമ്മൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും അഭയാർത്ഥി പ്രവാഹത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു. ലയനക്കരാർ, സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ, ഭരണഘടനയും പൊതു തെരഞ്ഞെടുപ്പും. 1950 ജനുവരി 26 റിപ്പബ്ലിക് ആയത്. രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന, ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. സാമ്പത്തിക നയം, പ്ലാനിംഗ് കമ്മീഷൻ. പഞ്ചവത്സര പദ്ധതികൾ. ശാസ്ത്ര പുരോഗതിയും വിദ്യാഭ്യാസവും, ഗവേഷണ സ്ഥാപനങ്ങൾ, ബഹിരാകാശ രംഗം, രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. ദേശീയ വിദ്യാഭ്യാസ നയം 1986. സാംസ്കാരികം, സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി. വിദേശ നയം, ചേരിചേരായ്മ, പഞ്ചശീല തത്വങ്ങൾ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.